ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇവിടെ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ വരെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ് ആയിട്ടുള്ള എനർജിയിലായിരുന്നു. ഇങ്ങനെ ഓവർ തിങ്കിങ് ആയിട്ടുള്ള സമയത്ത് ഭയങ്കരമായിട്ട് വഴക്കിടും നിങ്ങളോട് അല്ലെങ്കിൽ മറ്റൊരാളോട്. പക്ഷേ ഇപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്തു വന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇങ്ങനെ എന്ത് എനർജി വന്നാലും അത് ടെമ്പററി ആയിരിക്കും. അതായത് നിങ്ങൾക്കൊരു ട്രിഗർ തരുവാൻ വേണ്ടിയായിരിക്കും ആ ഒരു എനർജിയിൽ ഷിഫ്റ്റ് വരുന്നത്. അത് ട്രിഗർ തന്നിട്ട് പോയതിന് ശേഷമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത്, അയ്യോ ഞാൻ ആവശ്യമില്ലാതെയാണ് എൻ്റെ പേഴ്സണോട് വഴക്കിട്ട് ഓരോന്ന് പറഞ്ഞത്. അവർ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് പറയാൻ പോവാതിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ട്രിഗർ കിട്ടിയവർക്ക് അതിപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഇന്നലെ അവരുടെ എനർജി വളരെ ഹെവി ആയിരുന്നു. ആ സമയം നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തിരിച്ച് അവരോട് അതേപോലെ അതേ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിഗർ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാകും. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ വരുന്ന എനർജിയിൽ എല്ലാം ടെമ്പററി ആയിരിക്കും. അതായത് ഒരു ദിവസം കഴിഞ്ഞ് അവരുടെ പഴയ എനർജിയിലേക്ക് തിരിച്ചു വരുന്നതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഹെവി എനർജി ഉള്ളപ്പോൾ ആവശ്യമില്ലാതെ നിങ്ങളുടെ പേഴ്സണോട് വഴക്കിടാൻ പോകരുത്. ഇവിടെ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള എനർജിയാണ് ഉള്ളത്. അതായത് ആരെന്ത് പറഞ്ഞാലും ഇവർക്ക് ഒരു കുഴപ്പവുമില്ല എന്നുള്ള സ്റ്റൈലാണ് ഇന്നത്തെ ദിവസം ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. ആരുടെയും ഒരു കൂട്ട് ഇവർക്ക് കിട്ടുന്നില്ല. എങ്കിലും ഇവർ കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഇവരുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുവാൻ നോക്കുന്നത് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഇവരെ കംപ്ലീറ്റ് ആക്കുന്നത്. അതുകൊണ്ട് ഇവരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിനെ ആർക്കും ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല. ഉറപ്പായിട്ടും നിങ്ങളുമായിട്ടൊരു കംപ്ലീഷനിൽ ഇവർ വരുന്നതാണ്. അങ്ങനെ ഇവരുടെ മനസ്സിനെ പറഞ്ഞ് ഇവർ സമാധാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും കോൺഫിഡൻസ് ആയിട്ട് ഇവർ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ കാർമിക് സൈക്കിൾ എൻഡ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരുന്നത് അതിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എന്ത് ഡിസിഷൻ എടുത്താലും അത് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ ആരോ മാനിപ്പുലേറ്റിംഗ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഭയങ്കര ബിന്ദാസ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. ആരും ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇവർ മാനിപ്പുലേറ്റ് ആവത്തില്ല എന്നുള്ള എനർജിയിൽ. അപ്പോൾ ഇവരെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ശ്രമിക്കും. ഇവർ ഒരിക്കലും തടസ്സപ്പെട്ട് ഇരിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് തോന്നുന്നത് ഇവർ എന്താണോ ഡിസൈഡ് ചെയ്തത് അത് ശരിയാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവർ കെയർ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ എന്ത് ന്യായമാണോ സംഭവിക്കാൻ പോകുന്നത് അത് ഉറപ്പായിട്ടും സംഭവിക്കും. അതിനെ ആർക്കും തടയുവാൻ സാധിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ന്യായത്തിന് വേണ്ടി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. ഇവിടെ നിർണയം എന്തായാലും എടുത്തു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യത്താൽ ഈ ഒരു നിർണയം നിങ്ങൾക്ക് നേരെ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു നിർണയം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം. ഇവിടെ ഇവർ ചിന്തിക്കുന്നത് ഈ ഒരു ഹേർഡിൽസ്, അതായത് എന്തൊക്കെയാണോ നിങ്ങളെ ഇവരെ തമ്മിൽ അകറ്റുവാൻ വേണ്ടി തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവർ നിങ്ങളുടെ കൂടെ കംപ്ലീഷനും യൂണിയനുമാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. നിങ്ങളുടെ കൂടെ ഒരു ലോങ് ടേം ഫ്യൂച്ചറാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഇവരുടേതായ ഒരു പവറിലാണ് ഉള്ളത്. ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ ഇവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഉണ്ടാകാം. അതായത് ആര് എന്ത് നിങ്ങൾക്കെതിരെ പറഞ്ഞാലും അവരോട് ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണിവർ. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഇവർ എന്താണോ വിചാരിച്ചത് അത് ഇവർക്ക് ഉറപ്പായിട്ടും വേണം. ആ ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ് എന്ന് നോക്കാം. ഇവർക്ക് തോന്നുന്നത് ഇവർ നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചു എന്നാണ്. അതായത് നിങ്ങൾ ഇവരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചു, തിരിച്ച് ഇവർ നിങ്ങൾക്ക് വേദന മാത്രമാണ് തന്നത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ റിയലൈസേഷൻ ഇവർക്കുണ്ട്. ഇവർക്ക് ഇതും തോന്നുന്നു, എപ്പോഴും നിങ്ങൾക്ക് ഇവർ എക്സ്ക്യൂസ് മാത്രമാണ് തന്നത് എന്ന്.
ചില ആൾക്കാർ കാരണമാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ബന്ധം മോശമായത് എന്നും ഇവർക്ക് തോന്നുന്നു. ചില ആൾക്കാരുടെ ദൃഷ്ടിദോഷം കാരണമാണ് നിങ്ങളുടെ ബന്ധം മോശമായത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവർ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുവാൻ വേണ്ടി ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്ക്യൂസ് തരുന്നതാണ്. ഈ ഒരു ജേണിയിൽ മുന്നോട്ട് എങ്ങനെയെങ്കിലും പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അൺബ്രേക്കബിൾ ആയിട്ടുള്ള കണക്ഷനാണ് നിങ്ങളുമായിട്ടുള്ളത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവർ എല്ലാ നിമിഷവും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പോസിബിലിറ്റി എന്തൊക്കെയാണോ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടി കാര്യങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കുക, അതിന് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക എന്നെക്കൊണ്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവർ എന്തൊക്കെ പോസിബിലിറ്റീസ് ആണോ ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കുന്നത് അതിൻ്റെ മേൽ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ എടുക്കുന്ന ഒരു ആക്ഷനിൽ ഇവർക്ക് സക്സസ് റിസീവ് ആകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പശ്ചാത്തപിക്കുന്നതായിട്ടാണ്. നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിലോ പശ്ചാത്തപിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ആക്ഷൻ ഉണ്ടാവാൻ പോകുന്നു. മാരേജിൽ സക്സസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് ഫസ്റ്റ് കാർഡുകൾ പറയുന്നത്. വരാൻ പോകുന്ന 60 അവേഴ്സ് അല്ലെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇവർ ഒത്തിരി ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്, എൻ്റെ പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ആൾക്കാരെ സാക്രിഫൈസ് ചെയ്തു, പക്ഷേ ഇപ്പോൾ ഇവർ ഒറ്റയ്ക്കായി പോയി എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഈ രീതിയിലുള്ള മെസ്സേജ് ഇവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഒത്തിരി ജഗിൾ ചെയ്തു ഇവരുടെ ലൈഫിൽ ഇവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഇവർ ഒത്തിരി വേദനിപ്പിച്ചു. ഇവിടെ നിങ്ങൾക്ക് ഇവർക്ക് എന്താണോ ശരിയാണ് എന്ന് തോന്നുന്നത് അത് മാത്രമേ ഇനി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തീരുമാനം എടുത്തേക്കുന്നത്. അതായത് എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഇവർക്കും ശരിയാവണം. അങ്ങനെയുള്ള തീരുമാനം മാത്രമേ ഇവർ എടുക്കുകയുള്ളൂ. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നതാണ്. കൂടാതെ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മദർ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി വളരെ പൊസസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ. അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട്. ഇവർ ഉറപ്പായിട്ടും ഈ ഒരു ട്രാപ്പ്ഡ് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന ന്യൂ മൂൺ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫിന് വേണ്ടിയും വളരെ നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഷിഫ്റ്റാണ് കൊണ്ടുവരാൻ പോകുന്നത്. പോസിറ്റീവായിട്ടുള്ള ഷിഫ്റ്റാണ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും വേണ്ടി ഇവിടെ വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന ഫുൾ മൂണിൽ. അപ്പോൾ ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് എസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അതിൻ്റെ ആൻസർ എസ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ ലൈഫിൽ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു വഴി അവർക്ക് തുറന്നു കിട്ടും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. ആരൊക്കെയാണോ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നത് അവരെ തന്നെ ഹീലാക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി മറ്റൊരാളുടെ മേൽ ഒരിക്കലും ബ്ലെയിം വയ്ക്കരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കഴിവുണ്ട്, പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു കഴിവ് അൺലോക്ക് ആകുന്നതാണ്, നിങ്ങളുടെ ആ ഒരു ശക്തി അൺലോക്ക് ആകുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യുവാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുകയാണ് എങ്കിൽ ആ സമയം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, അലൈൻമെൻറ്റിൽ വരാൻ ശ്രമിക്കുക യൂണിവേഴ്സുമായിട്ട്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ശക്തി വളരെ പവർഫുള്ളായിട്ടുള്ളതാണ്. ആ സമയം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പല ശക്തികളും അൺലോക്ക് ആകുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിലൂടെ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.